It's really much respectful. I don't know how to describe it. So thank you. Exercise na. Appo ellarum onnu chiriche. കണ്ടോ? അപ്പൊ ചിരി ആയി വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം ഒരു സുപ്രഭാതമൊക്കെ എന്ന് പറഞ്ഞ് ഒന്നൊന്ന് ആഞ്ഞ് ചിരിക്കുക. ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കൂടി 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 നമുക്കൊരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. ഇപ്പോഴത്തെ ചിരി കൊണ്ട് 2 ദിവസം ആയുസ്. താങ്ക് യു. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ പെൺപുലി എന്നറിയപ്പെടുന്ന സുജയ പാർവതി തീർച്ചയായിട്ടും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചീഫ് എഡിറ്ററായിട്ട് സ്ഥാനമേറ്റിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവർ ബിഗ് ടി വിയിലേക്കാണ് പോയത്. ആദ്യത്തെ റിപ്പോർട്ടർ ടി വി കൊടുത്ത ശമ്പളമൊന്നും പോരായിട്ട് 10 ലക്ഷം രൂപ ശമ്പളം മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സുജയ പാർവതി ആ ടി വിയിലേക്ക് എത്തിയത്. എന്നാൽ ഒരുപാട് ഹൈപ്പും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമെല്ലാം നമുക്ക് ബിഗ് ടി വി തന്നിരുന്നു. എന്നാൽ 8 നിലയിൽ പൊട്ടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അവരുടെ എല്ലാ പരിപാടികളും അത്രയ്ക്കും ക്വാളിറ്റി കുറഞ്ഞതാണ് എന്ന് തീർച്ചയായിട്ടും ആ ചാനൽ കണ്ട എല്ലാവരും ഒന്നടങ്കം പറയുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഏതോ ജാംബവാന്റെ കാലത്തുള്ള ക്യാമറ ഉപയോഗിച്ചാണ് അവർ ഇപ്പോഴും ഷൂട്ട് നടത്തുന്നത്. കാരണം ഒരു മൊബൈലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി പോലും അവരുടെ ചാനലിൻ്റെ വീഡിയോകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതുപോലെ തന്നെ ചാനൽ നടത്തുന്ന ചർച്ചകളാണെങ്കിൽ അമ്പേ പരാജയമാണ്. കാരണം നമ്മുടെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചയൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യുദ്ധത്തിനെ പറ്റി പോലും ഒന്നും അറിയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന മണ്ടത്തരമാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് വന്ന സുജയ പാർവതി വളരെ മോശപ്പെട്ട രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ അവസാനം ഒരു കോലുമായിട്ട് തെരുവിലേക്ക് സുജയ പാർവതി തന്നെ ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ മേക്കപ്പ് മാൻ ചതിക്കുകയും ചെയ്തു. പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ നിറത്തെയോ അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ് ചെയ്യുകയോ ഒന്നുമല്ല തീർച്ചയായിട്ടും. പക്ഷേ അവരെ അത്തരത്തിൽ ഒരു വേഷം കെട്ടിച്ച് കൊണ്ടുപോയ ഈ ചാനലാണ് അതിനുള്ള ഉത്തരവാദി. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ അപ്പോൾ സുജയ എന്നെ ആ ഒരു വാർത്തയ്ക്കിടെ പറയുന്നുണ്ട്, കമൻറ്റുകൾ വായിക്കുന്ന സമയത്ത് വെള്ളത്തിൽ വീണ എലിയെ പോലെ ആയല്ലോ എന്നൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് അവർ തന്നെ വായിച്ച് നമ്മെ കേൾപ്പിക്കുകയാണ്. എന്തൊരു കോലമാണ് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ബിഗ് ടി വിയെ പോലെ വലിയ ഒരു ടി വി തീർച്ചയായിട്ടും അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇത് ഒരു ക്രിയേറ്റ് ചെയ്ത നാടകമാണ് എന്ന് മറ്റു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട ഒരു രീതിയായി പോയി എന്നുള്ളതാണ്. നമുക്ക് ടി വിയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കും നല്ല ഡ്രസ്സിലായാലും അതുപോലെ തന്നെ മേക്കപ്പിലായാലും വളരെ ഉഷാറായിട്ട് വരുന്ന ആളാണ് നമ്മുടെ സുജയ പാർവതി. അതുകൊണ്ട് തന്നെ അതിലെല്ലാം നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്ത് പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മേക്കപ്പ് മാന് അവരുടെ ചർമ്മത്തിനെ കുറിച്ചൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ബിഗ് ടി വിയുടെ പരിപാടികളെല്ലാം തന്നെ വളരെ നിലവാര തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഈ ആറാട്ടണ്ണനെയും അതുപോലെ തന്നെ പെരേരയൊക്കെ എടുക്കുന്ന ഒരു റീൽസ് പോലും ചിത്രീകരിക്കുന്ന ക്യാമറ വെച്ച് ചെയ്താൽ ഇതിലും കൂടുതൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ പിക്ചേഴ്സ് ക്വാളിറ്റിയും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് എല്ലാവരും ഒന്നിനൊന്ന് അവിടെ പരാജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗ്രാഫിക്സ് ആവട്ടെ, അതുപോലെ തന്നെ എഡിറ്റിംഗ് ടീമാവട്ടെ, അതുപോലെ തന്നെ ക്യാമറാമാൻ ആവട്ടെ, ആർക്കും തന്നെ ഒരു വീഡിയോ നല്ല രീതിയിൽ ചിത്രീകരിച്ച് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല. അതിൽ തീർച്ചയായിട്ടും അനിൽ അയ്യൂർ എന്ന് പറയുന്ന MD കൂടി അതിന് ഉത്തരവാദിത്വം പറയേണ്ടതായിട്ട് വരും. കേരളത്തിലെ മുൻനിര ചാനലുകളിൽ നിന്നെല്ലാം തന്നെ ആൾക്കാരെ അടർത്തി മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരുപാട് ശമ്പളങ്ങൾ നൽകിക്കൊണ്ടാണ് ബിഗ് ടി വി തീർച്ചയായിട്ടും തുടക്കം ആരംഭിച്ചത്. അത് തുടക്കത്തിൽ തന്നെ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇവരുടെ പിക്ചർ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ചെറിയ ഒരു വീഡിയോ ഒന്ന് കാണാം. ചിക്കനൊക്കെ ഉണ്ടാവല്ലോ കൂട്ടത്തിൽ. അല്ല, മിലിറ്ററിന്ന് ഇറങ്ങിയിട്ട് റിട്ടയർ ചെയ്തിട്ട് പോയി ആ ലൈഫ് തന്നെ ഇപ്പോഴും അല്ലേ? ആ ലൈഫ് തന്നെ. പിന്നെ റിട്ടയർമെന്റിന് ശേഷം ബിസിനസ് ചെയ്യുന്നുണ്ട്. ബോൺസായി. പിന്നെ ബോൺസായി എന്ന് വെച്ചാൽ തെങ്ങ് ബോൺസ് ചെയ്ത് വേൾഡിൽ ആദ്യം ചട്ടിക്കുളിപ്പിച്ച എങ്ങും ബോൺസായി ചെയ്തോ? അത് യൂട്യൂബിൽ അടിച്ച ബോൺസായി ജോസഫ് എന്ന് അടിച്ചാൽ മതി. നാഷണൽ അവാർഡ് കിട്ടിയത്. ചേട്ടന്റെ പേര് ബോൺസായി ജോസഫ്. ബോൺസായി ജോസഫ് എന്നാണ്.
ബോൺസായി ജോസഫ്. അപ്പോൾ നമ്മൾ പലതരം മീൻ കണ്ടു. നമ്മുടെ വിജയേട്ടൻ മീനൊന്നും കഴിക്കത്തില്ല. മണങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വിജയേട്ടൻ കണ്ടിട്ടുണ്ടോ? വേറെ പേരിലായിരിക്കും ഒരുപക്ഷെ. മടങ്ങാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മീനിന് പ്രാദേശിക പേരുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ പേരായിരിക്കും. ശരി, നമ്മുടെ മോർണിംഗ് ഇത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ കഴിച്ചിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. നടക്കുമോ എന്തോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമൻറ്റുകളൊന്നും വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിഗ് ടി വിയുടെ ഫോൺ നമ്പർ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. വിജയൻ സാർ ഇടയ്ക്ക് പ്രേക്ഷകരുടെ കമൻറ്റ് വായിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പാവാടയാണോ ഇട്ടിരിക്കുന്നത്? ഇത് പാവാടയല്ല, ഇത് ഉടുപ്പാണ്. ഉടുപ്പ്, പാവാടയല്ല. അപ്പോൾ കണ്ണൂർ ഭാഷ ഇടയ്ക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ചിരി ആയുസ് കൂട്ടുവന്ന് ചേട്ടൻ്റെ ഈ എക്സസൈസിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ കണ്ടോ. അപ്പൊ ചിരി ആയുസ്. വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം ഒരു സുപ്രഭാതമൊക്കെ എന്ന് പറഞ്ഞ് ഒന്നൊന്ന് ആഞ്ഞ് ചിരിക്കുക. ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കൂടി 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 നമുക്കൊരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാം അല്ലേ? ഇപ്പോഴത്തെ ചിരി കൊണ്ട് 2 ദിവസത്തെ ആയുസ് കൂടി. തീർച്ചയായും ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തെല്ലാം പ്രോഗ്രാമുകളാണോ റിപ്പോർട്ടർ ടിവിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ പ്രോഗ്രാമിൻ്റെ തനി ഫോട്ടോസ്റ്റാറ്റാണ് അവർ ബിഗ് ടി വിയിലേക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നടത്തുന്ന അരുൺകുമാറും അതുപോലെ തന്നെ സുജയ പാർവതി നടത്തിയ പരിപാടികളെല്ലാം തന്നെ ഒരു പെട്ടെന്ന് നമുക്ക് ബിഗ് ടി വി പോയി കഴിഞ്ഞാൽ നമുക്കത് റിപ്പോർട്ടർ ചാനലാണോ ഇനി അതല്ല ബിഗ് ടി വി ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അതുപോലെ തന്നെ വിജയകുമാർ തീർച്ചയായും അദ്ദേഹം 24 ചാനലിലെ നല്ലൊരു വാർത്താ അവതാരകനായിരുന്നു. പക്ഷേ ബിഗ് ടി വിയിൽ എത്തിയപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമായി പോയി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പോക്കാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് പെട്ടിയും പൂട്ടിക്കെട്ടി പോയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന കോലത്തിലാണ് എനിക്ക് തോന്നുന്നത്. എത്ര ശോചനീയമാണ് ആ വീഡിയോയുടെ ഒരു അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ആ പുഴയോരത്ത് ആ പുഴയിൽ കൂടി ഒരു വഞ്ചി തുഴഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ക്യാമറമാൻ അത് ഷൂട്ട് ചെയ്തിട്ട് അത് വഞ്ചിയാണോ എന്ന് പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത കോലത്തിലാണ് ആ പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്ത് വലിയ ചാനലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ലോകോത്തര നിലവാരമുള്ള ക്യാമറ, അതുപോലെ തന്നെ അത്രയും വലിയ നിലവാരമുള്ള സ്റ്റുഡിയോ, അതിലും വലിയ കേരളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ അടർത്തി മാറ്റിക്കൊണ്ട് വലിയ ശമ്പളം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബിഗ് ടി വി തുടങ്ങിയത്. പക്ഷേ ഇത് ബിഗ് ടി വി അല്ല, ബിഗ് തള്ള് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ എഡിറ്റോറിയൽ ടീം എല്ലാം തന്നെ വമ്പം പരാജയമാണ്. അതിൻ്റെ പുറത്ത് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി അതിലും വലിയ പരാജയമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ സുജയ പാർവതിയെയൊക്കെ കെട്ടുകെട്ടിച്ച് തീർച്ചയായിട്ടും ഇത്തരം പരിപാടിക്ക് കൊണ്ടുപോയി അവരെയും കൂടി മോശമാക്കിയതോടുകൂടി കേരളക്കരയിൽ ബിഗ് ടി വിയിലുള്ള പ്രതീക്ഷ ആകെ മൊത്തം മാഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ. സുജയ പാർവതി പറഞ്ഞ തീർച്ചയായിട്ടും നല്ല മേക്കപ്പ് എല്ലാം ഇട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റിയോടുകൂടി അടുത്ത ദിവസം തന്നെ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എത്രമാത്രം ബിഗ് ടി വിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടുകയാണോ ചെയ്യുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും. അന്ന് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.